എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSC കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് കുറച്ച് കാൽക്കുലേഷൻ ട്രിക്സ് കാൽക്കുലേഷൻ ട്രിക്സ്, ഫസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുറച്ച് കാൽക്കുലേഷൻ ട്രിക്സ് നോക്കാം. ഇങ്ങനെ കുറേ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഛേദം എന്താണെന്ന് പ്രത്യേകത 5ആണ്. ഇതെല്ലാം മുകളിലുള്ള സംഖ്യ അംശമൊന്നും താഴെയുള്ളതിനെ ഛേദം എന്നും പറയുന്നത്. ഛേദം 5ആണ്. ഛേദം 5ആയിട്ടുള്ള ഭിന്നസംഖ്യ വരുമ്പോൾ അതിൻ്റെ ഇത് ഹരിച്ച് നോക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ഡെസിമൽ ഫോം കാണാൻ വേണ്ടി ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. 5നെ 2 കൊണ്ട് ഗുണിക്കുക, 10 ആക്കുക. ഛേദം 5ആണെങ്കിൽ 10 ആക്കുക, 25 ആണെങ്കിൽ 100 ആക്കുക, 25 4 100, 125 ആണെങ്കിൽ 1000 ആക്കുക. അതായത് ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 എന്നിങ്ങനെ ആക്കുക. എന്നിങ്ങനെ ആക്കാൻ വേണ്ടി 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആകും. അപ്പൊ താഴെ മുകളിലും വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ 2 വെച്ച് ഗുണിക്കണം. അപ്പൊ 24/10. 24/10 10 കൊണ്ട് ഇരിക്കുമ്പോൾ എളുപ്പമാണ്. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. ഈ സംഖ്യ അങ്ങ് എഴുതുക. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 2.4. ഇത് ഹരിച്ച് നോക്കാതെ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റും. അതേ മെത്തേഡിൽ ഇവിടെയും ചെയ്യാം. 8/5. അതായത് താഴെ മുകളിലും 2 എത്ര ഇട്ട് ഗുണിച്ചാലും 10 ആകും നോക്കണം. 5നെ 10 ആകണമെങ്കിൽ 2 ഇട്ട് ഗുണിക്കുക. അതായത് 16/10. അതായത് 1.6. 10 ആകുമ്പോൾ ഒരു സ്ഥാനം, ആ സംഖ്യ അങ്ങ് എഴുതുക, ഒരു സ്ഥാനം മാറ്റി കുത്തുക. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം. 11/5. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 11 ഗുണം 2. ഈ ഛേദത്തെ അങ്ങ് 10 ആക്കുക. അപ്പൊ 5, 25, 125 അങ്ങനെയൊക്കെ ഛേദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഡെസിമൽ ഫോം എഴുതാൻ ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അന്നേരം നമ്മൾ പെട്ടെന്ന് അതിന്റെ ബുദ്ധി പോകണം. എന്ത് വേണം? ഛേദം 5 ആണെങ്കിൽ അതിനെ 10 ആക്കണം. ഛേദം 25 ആണെങ്കിൽ അതിനെ 100 ആക്കണം. 25 ഗുണം 4. ഛേദം 125 ആണെങ്കിൽ അതിനെ 1000 ആക്കണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ആ സംഖ്യ അങ്ങ് എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ സംഖ്യ അങ്ങ് എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. 1000 കൊണ്ടാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. ഇങ്ങനെ ഛേദം ആക്കി കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് കണക്ക് ചെയ്ത് നോക്കാതെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. 11/5 എങ്ങനെ ചെയ്യാം? ഹരിച്ച് നോക്കണ്ട. അതിന്റെ ഡെസിമൽ ഫോമിന് താഴെ മുകളിലും 2 ഇട്ടം ഗുണിച്ചാൽ മതി. 22/10. അതായത് 2.2. ഇവിടെ 17/5. ഇവിടെ 2 ഇട്ട് ഗുണിക്കണം താഴെ മുകളിൽ. ആ ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. 34/10. അതായത് 3.14. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വന്നാല് താഴെ മുകളിൽ ഈ 5നെ അങ്ങ് 10 ആക്കുക. 10 വെച്ച് ഡിവൈഡ് ചെയ്യാനാക്കിയാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. നമുക്ക് ഗുണിച്ച് നോക്കാതെ തന്നെ ഈ പോയിന്റ് കഴിഞ്ഞ് ഇതുപോലൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആയാൽ മതി. ഇത് 12/5 എന്ന് പറഞ്ഞാല് 12 × 2/5 × 2 24/10 2.4. ഈ ട്രിക്ക് ഓർത്തിരിക്കുക. ഛേദം 5 ആണെങ്കിൽ 10 ആക്കാൻ വേണ്ടി താഴെ മുകളിൽ 2 ഇട്ട് ഗുണിക്കുക. അതുപോലെ 11/25 അതിന്റെ ദശാംശ രൂപം നമ്മൾ എങ്ങനെ എഴുതും? 25 4 ഇട്ട് ഗുണിക്കുക. 25 4 ആണ് 100. അപ്പൊ താഴെ മുകളിൽ 4 ഇട്ട് ഗുണിക്കുക. അതായത് 44/100. അതായത് 0.44. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. 10/25 അതിനെങ്ങനെ എഴുതാം? 4 ഇട്ട് ഗുണിക്കുക. താഴെ മുകളിലും. അപ്പൊ അടിയിലത്തെ അങ്ങ് 100 ആകും. 40/100 സമം 0.40. അതായത് 0.4. ഈ ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. ഛേദം 25 ആണെങ്കിൽ 4 ഇട്ട് ഗുണിക്കുക താഴെ മുകളിലും. ഛേദം 5 ആണെങ്കിൽ താഴെ മുകളിലും 2 ഇട്ട് ഗുണിക്കുക. 5 ഗുണം 2 10 ആകുമല്ലോ. ഛേദത്തിനെ 10, 100, 1000 എന്നിങ്ങനെ ആക്കുക. 30/25 സമാനമായിട്ടുള്ള ദശാംശ സംഖ്യ എന്ന് പറഞ്ഞ് 30/25 ദശാംശ രൂപ ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ താഴെ മുകളിൽ 4 ഇട്ടം ഗുണിച്ചാൽ മതി. അപ്പൊ 100 ആകും. അടിയിൽ സമം 120/100 സമം 1.20 അല്ലെങ്കിൽ 1.2. 2 കഴിഞ്ഞ് 0 അങ്ങോട്ട് ലാസ്റ്റ് 0 മാത്രമേ ഉള്ളെങ്കിൽ അതിന് വിലയല്ല. 0 കഴിഞ്ഞ് സംഖ്യ ഉണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് അതിന് വിലയുള്ളൂ. 1.500 എന്ന് പറഞ്ഞാൽ 1.5 തന്നെയാണ്. 1.05 എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ട്. 0 കഴിഞ്ഞ് നമ്പർ.
ഇവിടെ 21/25. അപ്പൊ 4 ഇട്ട് ഗുണിച്ച് 5×4, അതായത് 84/100 സമം 0.84. ഇവിടെ 125 ആണെങ്കിൽ 8 ഇട്ട് ഗുണിക്കണം. 125 8 1000 ആണ്. 12×8/125 സമം 96/1000. അതായത് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. 1000-ന് ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 0യും കൂടെ കൊടുത്തിട്ട് പോയിന്റ് കൊടുത്തു. അതായത് 0.096. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ 96-ല്. ഇവിടെ ഒരു 0യും കൂടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്റ് 1000 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. ഇവിടെ അതുപോലെ 10×8/125 താഴെ മുകളിൽ 8 ഇട്ടം ഗുണിച്ചാൽ 125-നെ 8 കൊണ്ട് ഗുണിച്ചാൽ 1000 ആവും. 80/1000. ഇവിടെ 80/1000. 80 ഇവിടെ 2 സ്ഥാനമാണ്. അതുകൊണ്ട് 3 സ്ഥാനം വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് 0.08 അല്ലെങ്കിൽ 0.8 2 സ്ഥാനം 100 വെച്ചായിരിക്കുമ്പോൾ. ഇവിടെ അതുപോലെ 30×8/125 സമം 240/1000. ഓരോ 0 കട്ട് ചെയ്ത് കളയാൻ 24/100 0.24. അല്ലെങ്കിൽ 0.24 240/1000 എന്ന് പറഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അതായത് 0.240 എന്ന് പറഞ്ഞാൽ 0.24. 13/125 അതിനെ നമുക്ക് ഷോർട്ടിലാക്കാം, ഡെസിമൽ ഫോമിലാക്കാം. 125 ഛേദത്തെ 1000 ആക്കണം. 125-നെ 1000 ആക്കണമെങ്കിൽ 8 ഇട്ട് ഗുണിക്കണം. 8 ഇട്ട് ഗുണിക്കുമ്പോൾ താഴെ മുകളിലും ഗുണിക്കല് 104/1000. അതായത് 0.104. 1+2+10. ഇവിടെ 10 ഇങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ 10ന്റെ നേരെ പകുതി എഴുതുക. അതൊരു തവണയും കൂടെ എഴുതുക, റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അത്രയേ ഉള്ളൂ. മൊത്തം കൂട്ടി നോക്കാനും നിൽക്കണ്ട. ഫോർമുല വെച്ച് n×n+1/2 അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെയാണ് ഈ 10, 100, 1000, 10000 അങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ 1+2+3+etc 10 ആണെങ്കിൽ 10ന്റെ നേരെ പകുതി എഴുതുക 5. അത് ഒരു തവണ എങ്കിലും എഴുതുക. 1+2+3+etc 100 ആണെങ്കിൽ 100ന്റെ നേരെ പകുതി 50. അതൊരു തവണയും കൂടെ അങ്ങ് എഴുതിയേക്കുക 50. 1+2+3+etc 1000 ആണെങ്കിൽ 1000ന്റെ നേരെ പകുതി 500. അത് ഒരു തവണയും കൂടെ അങ്ങ് 500 എഴുതിയാൽ മതി. ഇത് ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. ഇത് ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്. 1+2+3+etc 10,000 ആണെങ്കിൽ 10,000ന്റെ പകുതി 5000. 10,000ന്റെ പകുതി അത് ഒരു തവണയും കൂടെ അങ്ങ് എഴുതുക. ഇത് കാൽക്കുലേഷൻ ട്രിക്സ് ആണ്. ഇത് ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. 1+2+etc 100 ഒക്കെ സാധാരണ ചോദിച്ച് കാണാറുണ്ട്. 100 ആയാലും 10 ആയാലും 1000 ആയാലും നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിന്റെ നേരെ പകുതി എഴുതുക. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അതാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഒരു ചോദ്യം. അത് മനസ്സിലാക്കുക. √12 - etc ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 12ന്റെ തൊട്ടടുത്തടുത്തുള്ള 2 ഘടകങ്ങൾ എഴുതുക. 2, 3, 4 എടുക്കാം. 3ഉം 4ഉം അടുത്തടുത്തുള്ള സംഖ്യകളാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ചെറിയ സംഖ്യയാണ് ഇവിടെ ഉത്തരം. ഇവിടെ 6, 2 എടുക്കരുത്. അത് അടുത്തടുത്ത സംഖ്യകളല്ല. അങ്ങനെയുള്ള ഘടകങ്ങളെ എടുക്കാവൂ. ഇവിടെ √30 - etc അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഇവിടെ 30ന്റെ ഘടകങ്ങൾ എഴുതുക. 5, 6. 3, 10 എടുക്കരുത്. കാരണം അത് അടുത്തടുത്തല്ല. 5, 6 അതില് ചെറിയ സംഖ്യയാണ് നമ്മുടെ ഉത്തരം. √20 - etc അതുപോലെ 4, 5 അതിന്റെ തൊട്ടടുത്തടുത്ത സംഖ്യകൾ ഘടകങ്ങളായി 4 × 5 20. അപ്പോൾ അതിന്റെ ചെറിയ സംഖ്യയാണ് നമ്മുടെ ഉത്തരം 4. √56 - etc ഇവിടെ 56ന്റെ തൊട്ടടുത്തടുത്തുള്ള ഘടകങ്ങൾ ഏതൊക്കെയാ? ഒരു 7, 8. അപ്പൊ അതിൽ 7 ആണ് നമ്മുടെ ഉത്തരം. ഇതൊക്കെ ട്രിക്കുകളാണ്, കണക്കിലെ കളികൾ, ട്രിക്കുകളാണ്. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ട്രിക്കുകൾ മനസ്സിലാക്കി വെക്കുക. കാൽക്കുലേഷൻ ട്രിക്സ് ഉണ്ടാവും നോക്കാം. √12 + etc അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ഇങ്ങനെ വരുമ്പോൾ 12ന്റെ ഘടകങ്ങൾ എഴുതുക. 3, 4 തൊട്ടടുത്തടുത്ത ഘടകങ്ങൾ എഴുതണം. 6, 2 എഴുതരുത്. കാരണം 6ഉം 2ഉം അകലെ ഉള്ളതാണ്. 6ഉം 2ഉം ഘടകങ്ങളാണ്. പക്ഷെങ്കിൽ 1, 12 ഘടകങ്ങളാണ്. അടുത്തടുത്ത സംഖ്യകളുള്ളത് എഴുതുക. അപ്പൊ √12 ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഇതിലെ വലിയ സംഖ്യ എഴുതുക 4. ഇവിടെ ഇതേ ചോദ്യം തന്നെ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ എഴുതുക. ഇവിടുത്തെ ഘടകങ്ങൾ 3, 4 അതായത് 3 ആണ് ഇവിടുത്തെ ഉത്തരം. ഇവിടെ ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ
ചെറിയ സംഖ്യ എഴുതുക. റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് എക്സെട്ര ആണെങ്കിൽ തൊട്ടടുത്തടുത്തുള്ള ഘടകങ്ങളിൽ വലിയ സംഖ്യയാണ് ഉത്തരം. റൂട്ട് 20 പ്ലസ് റൂട്ട് 20 അതിന്റെ ഘടകങ്ങൾ 4, 5. അതിലെ വലിയ സംഖ്യയാണ് പ്ലസ് വരുമ്പോൾ ഇവിടെ 5 എഴുതുക. ഇവിടെ റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് ഓഫ് 20 മൈനസ് അങ്ങനെ വരുമ്പോൾ അടുത്തടുത്തുള്ള ഘടകങ്ങൾ എഴുതുക. അതിലെ ചെറിയ സംഖ്യ എഴുതുക. അതാണ് നമ്മുടെ ഉത്തരം. ഇതിങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് പ്ലസ് വന്നാൽ തൊട്ടടുത്തടുത്തുള്ള ഘടകങ്ങളുടെ വലിയ സംഖ്യയും റൂട്ടിനകത്ത് മൈനസ് റൂട്ട് 20 മൈനസ് റൂട്ട് 20 അങ്ങനെ മൈനസ് വന്നാൽ ഈ ഘടകങ്ങളുടെ ചെറിയ സംഖ്യയാണ് ഉത്തരം. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. റൂട്ട് ഓഫ് 30 ഇത് 5, 6. ഇവിടെ റൂട്ട് ഓഫ് 30 പ്ലസ് റൂട്ട് ഓഫ് 30 പ്ലസ് എങ്ങനെ വന്നു കഴിഞ്ഞാല് വലിയ സംഖ്യ എഴുതുക. ഇവിടുത്തെ ഘടകങ്ങളിലെ അടുത്തടുത്ത സംഖ്യയോ ഘടകങ്ങളായിട്ട് വരുന്ന എഴുതണം. അതിലെ വലിയ സംഖ്യ റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 എക്സെട്ര ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ അവിടെ 5, 6 ആണ് അടുത്തടുത്ത ഘടകങ്ങൾ. ഇവിടെ മൈനസ് വന്നാൽ അതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. 5, 6 5. ഇവിടെ റൂട്ട് 56 പ്ലസ് റൂട്ട് 56 പ്ലസ് റൂട്ട് 56. അപ്പൊ ഇവിടെ 7, 8, 8, 56. അപ്പൊ ഘടകങ്ങൾ അടുത്തടുത്തുള്ള സംഖ്യ. ഇവിടെ പ്ലസ് വരുമ്പോൾ വലിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം 7, 8. ഇവിടെ റൂട്ട് ഓഫ് 56 മൈനസ് റൂട്ട് 56 മൈനസ് എക്സെട്ര മൈനസ് വരുമ്പോൾ ഇവിടുത്തെ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. പരീക്ഷാ ഹാളിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ചോദ്യങ്ങളാണ്. സ്ക്വയർ റൂട്ടിലുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. 81 റൂട്ട് 81 എത്രയാണ്? 9. പിന്നെ ഈ റൂട്ടിനകത്ത് എന്തുണ്ട്? 40 പ്ലസ് 9. 49ന്റെ റൂട്ട് എത്രയാണ്? 7. ഇനി ഇവിടെ 7 പ്ലസ് ഇന്ന റൂട്ടിനകത്ത് എന്തുണ്ട്? 29. 29 പ്ലസ് 7 എത്രയാണ്? 36. 36ന്റെ റൂട്ട് എത്രയാണ്? 6. ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇനി 6ഉം 10 കൂട്ടിയാൽ 16. 16ന്റെ റൂട്ട് എത്രയാണ്? 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ റൂട്ട് 81 ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് വേണം ചെയ്യാൻ. റൂട്ട് 81 എന്ന് പറയാൻ 9. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക. 40 പ്ലസ് 9 49. 49ന്റെ റൂട്ട് എത്രയാണ്? 7. നമുക്ക് ഇവിടെ കിട്ടി. ഇനി റൂട്ടിനകത്ത് എന്താ ഉള്ള? 29 പ്ലസ് 7 36. 36ന്റെ റൂട്ട് എത്രയാണ്? 6. ഇനി 6 പ്ലസ് 10 16. 16ന്റെ റൂട്ട് എത്രയാണ്? 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ റൂട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് വേണം ചെയ്യാൻ തുടങ്ങാൻ. 169ന്റെ റൂട്ട് എത്ര? നമുക്കറിയാം 13. 1 മുതൽ 20 വരെ ഉള്ളതിന്റെ വർഗം സ്ക്വയർ കാണാതെ പഠിച്ചു ബൈ ഹാർട്ട് ആക്കി വെക്കുക. 1 മുതൽ 10 വരെയുള്ള ക്യൂബും കാണാതെ പഠിച്ചു വെക്കുക. 13. അപ്പൊ 13ഉം 51ഉം കൂടെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? 64. 64ന്റെ റൂട്ട് എത്രയാണ്? 8. ഇനി 200 ഇത് രണ്ടും കൂടെ കൂട്ടുക. 248 8 കൂടെ കൂട്ടിയാൽ 256. 256ന്റെ റൂട്ട് എത്രയാണ്? 248 8 256. 256ന്റെ റൂട്ട് എത്രയാണ്? 16. ഓപ്ഷൻ സി വരും. ഇവിടെ റൂട്ട് 169 13. 13 പ്ലസ് 51 64. 64ന്റെ റൂട്ട് എത്ര? 8. ഇനി 8 248 കൂടെ കൂട്ടിയാൽ 256ന്റെ റൂട്ട് 16. ഏതൊരു സംഖ്യ 25 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ ഈ സംഖ്യയുടെ ഏതിനെയാണോ 25 വെച്ച് ഗുണിക്കേണ്ടത് അതിന്റെ പകുതിയുടെ പകുതി 320ന്റെ പകുതി 160. 160ന്റെ പകുതി 80. 2 സീറോ ഇട്ട് കൊടുക്കുക. 440ന്റെ പകുതി ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കാണുമോ? 440ന്റെ പകുതി 220. 220ന്റെ പകുതി 110. അതിന്റെ കൂടെ 2 സീറോ ഇട്ട് കൊടുക്കുക. 260ന്റെ പകുതി 130. 130ന്റെ പകുതി 65. പിന്നെ 2 സീറോ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇൻഡു ചെയ്ത് സമയം കളയണ്ട. 140ന്റെ പകുതി 70. 70ന്റെ പകുതി 35. എന്നിട്ട് 2 സീറോ ഇട്ട് കൊടുക്കുക. 660. 660ന്റെ പകുതി 330. 330ന്റെ പകുതി 165. എന്നിട്ട് 2 സീറോ ഇട്ട് കൊടുക്കുക. ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഫാസ്റ്റസ്റ്റ് മെത്തേഡ് എടുത്ത് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം. സംഖ്യയുടെ സ്ഥാനത്ത് 5. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 5ന്റെ സ്ക്വയർ എഴുതുക 25. പിന്നുള്ള സംഖ്യയുടെ 6. 6 തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിക്കുക. 6 7 കൂടെ ഗുണിച്ച് ഇതിന്റെ അടുത്ത സൈഡിൽ എഴുതുക. 225. ഇവിടെ 35ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. പിന്നെ ഇവിടെ 3 ആണ്. 3ഉം തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 3 4 കൂടെ ഗുണിച്ചുകൂടെ എഴുതുക. 75ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. പിന്നെ 7 ആണ്. 7ഉം തൊട്ടടുത്ത സംഖ്യ 7 8 56. 7ഉം തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിച്ച് അതിന്റെ അടുത്ത സൈഡിൽ എഴുതുക. 95ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. ഇവിടെ 9. 9ഉം തൊട്ടടുത്ത സംഖ്യ 10ഉം കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക. 90. ഇവിടെ അങ്ങനെയുള്ള സംഖ്യ അല്ല.
5ൽ അവസാനിക്കുന്ന അല്ലാത്ത സംഖ്യയുടെ സ്ക്വയർ എങ്ങനെ കാണാം നമുക്ക് നോക്കാം, എളുപ്പവഴി. ഇവിടെ 6ന്റെ സ്ക്വയർ എഴുതുക 36, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 6 ഗുണം 2 ഗുണം 2 24 വരും. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 16ന്റെ സ്ക്വയർ അതുപോലെ കാണാം. ഇവിടെ 6ന്റെ സ്ക്വയർ എഴുതുക 36, ഇവിടെ 1ന്റെ സ്ക്വയർ എഴുതുക 1, പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 1ഉം 6ഉം 2ഉം കൂടെ 12. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 256. 42. 2ന്റെ സ്ക്വയർ എഴുതുക 4, 4ന്റെ സ്ക്വയർ എഴുതുക 16, 2ന്റെ സ്ക്വയർ എഴുതുക 4ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 2 4, അതായത് 16. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക, എന്നിട്ട് കൂട്ടുക. ഇവിടെ 42 അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. 40ന്റെ സ്ക്വയർ എത്ര വരും? 16 0 0. 40 × 40 4 അക്കം വരും. 40ന്റെ സ്ക്വയർ 4 അക്കം വരും. ഇപ്പോൾ 42ന്റെ സ്ക്വയർ എങ്ങനെയാണ്? 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16. ഇപ്പൊ 4 അക്കം വേണം, അതുകൊണ്ട് നമ്മൾ അവിടെ 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് അപ്പൊ 40ന്റെ സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം. 40 × 40 1600. 40 മുതൽ അങ്ങോട്ട് വരുമ്പോ 40 4 അക്കമാണെന്നറിയാം. അപ്പൊ ഇവിടെ 3 അക്കമേ വരുന്നുള്ളൂ. 2ന്റെ സ്ക്വയർ എഴുതുക 4, 4ന്റെ സ്ക്വയർ എഴുതുക 16. 3 അക്കമേ വരുന്നുള്ളൂ, അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 2 2 4 4 16. അതായത് എന്നിട്ട് കൂട്ടുക. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടുക. 1764. 23ന്റെ സ്ക്വയർ നോക്കാം. 23ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എഴുതുക 9, 2ന്റെ സ്ക്വയർ എഴുതുക 4, ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കണം. 3 അക്കമാണല്ലായിരുന്നു. എന്നിട്ട് ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 ഗുണം 3 ഗുണം 2 12. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടിയാൽ മതി. 529. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക, സ്പീഡിൽ കണക്ക് ചെയ്യാൻ. ആവർത്തക ദശാംശ സംഖ്യകൾ നമുക്ക് നോക്കാം. ഇവിടെ 0.3333 എക്സെട്ര, 0.444 എക്സെട്ര വന്നാലും ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി. ഇവിടെ 3 എന്ന സംഖ്യ ആവർത്തിച്ചുകൊണ്ട് 3 എഴുതുക. ഒരു സംഖ്യ ആവർത്തിച്ചുകൊണ്ട് 9. 3 3 ഒറ്റ സംഖ്യയാണ്. ഇവിടെ 3 എന്നുള്ള സംഖ്യ ആവർത്തിച്ച് 0.212121 എക്സെട്ര ഇൻഫിനിറ്റിയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ 21 എഴുതുന്നു, അടിയിൽ 2 9. ഇത് ചെയ്യാൻ പറ്റും ലെങ്തി ആയിട്ട്. അങ്ങനെ ചെയ്തിരിക്കാൻ നമുക്ക് സമയമില്ല. അത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇവിടെ 0.416416416 എക്സെട്ര എന്ന് പറഞ്ഞാൽ 3 അക്കം ആവർത്തിച്ചു, അതുകൊണ്ട് 999. ഇനി ഇവിടെ 0.5888 എക്സെട്ര പോലെ 0.35555 എക്സെട്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിച്ച് ഈ 58 അങ്ങ് എടുക്കുക. 58ന്ന് ഈ ആവർത്തിക്കാത്ത ഒരു സംഖ്യ ഉണ്ടല്ലോ 5, 8 ആവർത്തിച്ചാണ്. 58ന്ന് 5 കുറച്ചാൽ 53 ബൈ ഒരു സംഖ്യയിലെ ആവർത്തിച്ചാൽ 90 വരും. ഒരു 9 ഇടുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ അതുപോലെ 30 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 0.3555 ആണ് ആവർത്തിച്ചത്, 3 ആവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സംഖ്യ ഒന്നിച്ചെടുക്കുക 35. അതിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ 3 കുറയ്ക്കുക, 32 ബൈ 90. ഈ ട്രിക്കുകൾ ഓർത്തിരിക്കുക. 0.3333 എക്സെട്ര ഹോൾ സ്ക്വയർ. 0.333 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു സംഖ്യ ആവർത്തിച്ചു കഴിഞ്ഞാൽ 3/9 അതിന്റെ വില. 0.3333 0.4444 എക്സെട്ര ആണ് 4/9. 0.888 എക്സെട്ര ആണ് 8/9. 3/9 ഹോൾ സ്ക്വയർ. 0.333ക്ക് പകരം ചുറ്റാക്ക് പകരം 3/9 കൊടുത്തു. 3/9 എന്ന് പറഞ്ഞാൽ 3 കട്ട് ചെയ്യാല്ല, 3 വെച്ച് 1/3. അതായത് 1/3 ഹോൾ സ്ക്വയർ സമം 1 സ്ക്വയർ ബൈ 3 സ്ക്വയർ സമം 1/9. 1/9 എന്ന് പറഞ്ഞാൽ 11111 എക്സെട്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. റെക്കറിംഗ് ഡെസിമൽ നമുക്ക് പഠിച്ചില്ലേ. അതായത് 1 ഏതാ റിപ്പീറ്റ് ചെയ്തെന്ന സംഖ്യ എഴുതുക, ഒരെണ്ണം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 1/9 എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 1/9 എന്ന് പറഞ്ഞാൽ 0.111 എക്സെട്ര ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 0.2222 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2/9. 0.1111 എക്സെട്ര എന്ന് പറഞ്ഞാൽ 1/9. നമുക്ക് ഇവിടെ 1/9 ആണ് ഉത്തരം കിട്ടിയത്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ നമ്മൾ അത് പഠിച്ചത് കൊണ്ട് നമുക്ക് അത് എഴുതാൻ കഴിയും. 0.111 ആണ് എക്സെട്ര ആണ് 1/9. 0.5555 എക്സെട്ര അങ്ങനെ പോവാമെന്നില്ല 5/9. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം
ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2000-ൽ പരം ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്